ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഇന്ത്യയുടെ പ്രതിരോധ ആയുധങ്ങൾ, പ്രതിരോധ മേഖലയിൽ നമ്മൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ഇന്ത്യ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ആയുധം ഇറക്കുമതി ചെയ്യുന്നൊരു രാജ്യമാണ്, ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. മിക്കവാറും എല്ലാ വർഷവും ഒന്നുകിൽ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത്. യുക്രൈൻ റഷ്യ വാർ തുടങ്ങിയതിന് ശേഷം യുക്രൈനാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന. കാരണം യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ യൂറോപ്പിലെ നേറ്റോയിലൊക്കെ ഉള്ള രാജ്യങ്ങളെല്ലാം തന്നെ യുക്രൈന് ആയുധം വാരിക്കോരി നൽകുന്നൊരു കാഴ്ച. അതുകൊണ്ട് യുക്രൈനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യക്കാളിലും മുകളിൽ നിൽക്കുന്ന ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ. മറ്റേ യുക്രൈൻ ആ സ്ഥാനത്തൊന്നും വരത്തില്ലേ. ഇന്ത്യ, സൗദി അറേബ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയായിരുന്നു എല്ലാ വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ, അതായത് ആയുധം എന്നല്ല, ഈ സൈനികപരമായിട്ടുള്ള ആയുധങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സേനയ്ക്ക് വേണ്ടത് ആയുധങ്ങൾ മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ ഒരു സേനയ്ക്ക് ആവശ്യമാണ്. പക്ഷേ ആയുധങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങൾ. അതുപോലെ തന്നെ നമ്മൾക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു മൊമെന്റം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് 10 ഇയേഴ്സിൽ നമുക്ക് തീർച്ചയായിട്ടും ലോകത്തിലെ ഇപ്പം നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും 25 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ വരുന്നുള്ളൂ. ഒരു 10 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ വേണ്ടി, എന്നുവെച്ചാൽ ടോപ്പ് 10ലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റിയും ഡെപ്തും ഒക്കെ തന്നെ നമ്മൾ കാര്യമായ രീതിയിൽ അതിനെ ഒന്ന് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് സാധിക്കും എന്നുള്ള. കാരണം ടർക്കിക്ക് ഇന്ത്യയെക്കാളിലും ഒത്തിരി കുറവുള്ള വലിപ്പം കുറവുള്ള അല്ലെങ്കിൽ ചെറിയ രാജ്യമായിട്ടുള്ള ടർക്കിയും സൗത്ത് കൊറിയയും ഒക്കെ തന്നെ ഈ ഒരു മേഖലയിൽ ഇന്ത്യക്കാളിലൊക്കെ വളരെ മുമ്പിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ കാര്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 10 ഏറ്റവും ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഇവിടുത്തെ കണക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ, ഈ ഡിഫൻസ് എക്സ്പോർട്സിൽ അല്ലെങ്കിൽ ആംസ് എക്സ്പോർട്സിൽ ഇന്ത്യക്ക് നല്ല ശ്രദ്ധേയമായിട്ടുള്ള ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു. അതായത് കഴിഞ്ഞ വർഷത്തിനേക്കാളിലും 62.66% വർദ്ധിച്ചിട്ട് 38,424 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി നമുക്ക് നേടുവാൻ സാധിച്ചു കഴിഞ്ഞ വർഷം. അല്ലെങ്കിൽ മുൻ സാമ്പത്തിക വർഷത്തിൽ. ഇത് 2025-26 കണക്കാണ്. 2024-25 14,802 കോടി രൂപയായിരുന്നു ഇന്ത്യയുടെ ആയുധ കയറ്റുമതി. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് പൊതുവെ സ്വീകാര്യത ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇടയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ മികച്ച വ്യോമ പ്രതിരോധവും അതുപോലെ തന്നെ മിസൈൽ ശക്തിയൊക്കെ തന്നെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ മേഖലയിലെ എന്താ പറയുന്നത് ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾ മേടിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ നമുക്ക് വിൽക്കുവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു നേട്ടമാണ്. ആയുധമാണ് എങ്കിൽ തന്നെയും യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. എന്നാൽ തന്നെ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഇത് ചെയ്യേണ്ട ഒരു ആവശ്യം, എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി നമുക്ക് തെളിയിക്കുക എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇക്കാര്യത്തിൽ കൂടെ നമുക്ക് നേടുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഡേറ്റ അനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ 38,424 കോടി രൂപ. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഒരു 2016-17 കാലഘട്ടത്തിൽ നമുക്ക് 1,522 കോടി രൂപയിൽ നിന്നും ഇപ്പം നമുക്ക് ഈ 38,424 കോടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിൻ്റെ ഒരു ചെറിയ വിവരമാണ് നമുക്കിവിടെ കാണുന്നത്. 2017 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 16-17 കാലഘട്ടത്തിൽ 1,522 കോടിയായിരുന്നു നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട്. അത് ഏകദേശം 2019 ആയപ്പോഴത്തേക്ക് 10,756 21 കാലത്ത് കുറഞ്ഞു. കാരണം കോവിഡ് സമയത്തായതുകൊണ്ട് അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും അത്
2023 ആയപ്പോഴത്തേക്ക് 15,918, 2024 25 കാലഘട്ടത്തിൽ 23,622 കോടി രൂപയിൽ നിന്നും ഇപ്പോൾ 38,424 കോടി രൂപയിലൊക്കെ അതായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു വർധന തന്നെയാണ്. അപ്പോൾ ഒരു അപ്വേർഡായിട്ടുള്ളൊരു ട്രാജക്ടറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളതിനാണ്. കാരണം നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് സ്വീകാര്യത ലോകത്തുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഏതൊക്കെ രാജ്യങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളതോടെ പ്രസക്തമായ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തീർച്ചയായിട്ടും ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് മാത്രമല്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്ക, ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നമ്മളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇസ്രായേൽ നമ്മുടെ ഒരു ബയറാണ്. കാരണം പല രാജ്യങ്ങളായിട്ട് ഇപ്പോൾ ഇസ്രായേൽ, നമുക്കറിയാം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ, അതുപോലെ ഇന്ത്യ ഫ്രാൻസ്, ഇന്ത്യ ജർമ്മനി, ഇന്ത്യ ഇസ്രായേൽ, ഇനി ഇന്ത്യ UAE, ഇന്ത്യ ബ്രസീൽ. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇതുപോലുള്ള ആയുധ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, ആയുധ നിർമ്മാണം എന്ന് പറഞ്ഞാൽ പലത്, അതിൻ്റെ പലതാകാം. ഹെലികോപ്റ്റർ ആകാം, ഫൈറ്റർ എയർക്രാഫ്റ്റ് ആകാം, ഷിപ്പ് ബിൽഡിംഗ് ആകാം, മിസൈൽ ആകാം, റോക്കറ്റ് ആകാം, ബോംബ്സ് ആകാം, ആർട്ടിലറീസ് ആകാം, ഗൺസ് ആകാം, വെടിയുണ്ട നിർമ്മിക്കുന്നതാകാം, ഇല്ല അങ്ങനെ പലതാകാം. റഡാർ നിർമ്മിക്കുന്നതാകാം, ഈ സർവലൻസ് എക്യുപ്മെന്റ്സ് ആകാം, ഡ്രോണുകൾ നിർമ്മിക്കുന്നതാകാം, ഇല്ല അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വളരെയധികം വൈവിധ്യമാർന്നിട്ടുള്ള ആയുധങ്ങളും അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റംസ് ആണല്ലോ ഈ ലോകത്ത് പല സേനകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ നമുക്ക്, അതുപോലെ നമ്മളുടെ ഡ്രോൺ മാനുഫാക്ചറിങ്ങിലൊക്കെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ വളരെ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള, എന്നിട്ട് വളരെ ചീപ്പായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാകുവാൻ നമുക്ക് സാധിക്കും. അതിലേക്കുള്ള ഒരു യാത്ര നമ്മൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇനിയും നമുക്കറിയാം, ഇനിയും ഈ യുക്രൈൻ റഷ്യ വാറിൻ്റെയും ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് മോഡേൺ വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡ്രോണുകളുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിൻ്റെ ഒക്കെ തന്നെ ആയിരിക്കും. ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, മിസൈൽസ്, അത്യാധുനികമായിട്ടുള്ള മിസൈലുകളൊക്കെ തന്നെ നിർമ്മിക്കുക. അതുപോലെ ഡ്രോണുകൾ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ ചീപ്പായിട്ട് നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഒരു എന്താണ് പറയുന്നത് ഫയർ പവർ നൽകുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ ഡ്രോണിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം ലോകത്ത് ടർക്കി, ഇറാൻ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സേനയ്ക്ക് വലിയൊരു ഡ്രോൺ ശക്തി നൽകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ നമ്മുടെ ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016-25 കാലഘട്ടത്തിൽ വളരെ ചുരുക്കം ചില ബയേഴ്സ് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല ലോകത്തിൽ. നമുക്ക് തീർച്ചയായിട്ടും ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഈവൻ മിഡിൽ ഈസ്റ്റ് ഇതുപോലുള്ള ഏരിയാസ് ഒക്കെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങളെ കൊണ്ട് നമ്മുടെ ആയുധങ്ങൾ വാങ്ങിപ്പിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ നമ്മുടെ വാങ്ങിക്കാൻ ഈ പറഞ്ഞ പ്രദേശത്തുള്ള രാജ്യങ്ങളൊക്കെ തന്നെ തയ്യാറാകും. അതുപോലെ തന്നെ ഇനിയും ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അമേരിക്ക നാറ്റോയിൽ നിന്നും പിൻവാങ്ങുകയാണെങ്കിൽ യൂറോപ്പ് തീർച്ചയായിട്ടും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിടുന്നൊരു കാഴ്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനായിട്ടൊക്കെ തന്നെ, അല്ലെങ്കിൽ നാറ്റോ, അമേരിക്ക ഇല്ലാത്ത തന്നെ, കാരണം ഇപ്പം നാറ്റോയെ ഇപ്പം നാറ്റോയ്ക്ക് ആംസും അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ആയുധങ്ങളൊക്കെ തന്നെ നൽകുന്നതും അതിനെ ആം ചെയ്യുന്നതൊക്കെ തന്നെ അമേരിക്കയാണ് തീർച്ചയായിട്ടും. ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും ആംസിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അതിന് ശരി. അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളൊക്കെ തന്നെ നാറ്റോ രാജ്യങ്ങൾക്ക് നൽകുന്ന അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക നാറ്റോയിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് വലിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ വാക്വം സൃഷ്ടിക്കും. അപ്പോൾ ആ വാക്വത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു സപ്ലയറായിട്ട് ഇന്ത്യക്ക് മാറുവാൻ വളരെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം നാറ്റോയിൽ നിന്നും അമേരിക്ക പിന്മാറുകയാണെങ്കിൽ മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം തീർച്ചയായിട്ടും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല, റഷ്യയെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നീടുള്ളത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള ഇന്ത്യയെ പല യൂറോപ്പിലുള്ള പല രാജ്യങ്ങളുമായിട്ട്, ഇപ്പം ജർമ്മനി, ഫ്രാൻസ് ഒക്കെ തന്നെ ഇന്ത്യയായിട്ട് വളരെ, ഇപ്പം ജർമ്മനി ഇന്ത്യയും തമ്മിൽ സബ്മറൈൻസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഈ പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാനുഫാക്ചറിങ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ട്രീറ്റിലൊക്കെ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്.
അത്യാധുനികമായിട്ടുള്ള സബ്മറൈൻസ് നിർമ്മിക്കുന്ന കാര്യത്തിലാണ് ജർമ്മനിയായിട്ട്. അതുപോലെ തന്നെ ഫ്രാൻസിൽ നമുക്കറിയാം റഫേലിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ. അതുപോലെ തന്നെ മറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഫൈറ്റർ എൻജിൻസ് ഒക്കെ നിർമ്മിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ വളരെ ഈ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പം ഈ സിക്സ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ അവിടുന്ന് രണ്ട് കൺസോർഷ്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഒന്നിനകത്തിൽ ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും, ഒന്ന് ഈ ഇംഗ്ലണ്ടും ജപ്പാനും ഇറ്റലിയാണെന്ന് തോന്നുന്നു. അപ്പം ഇതിലേതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പം അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു പക്ഷേ ഇന്ത്യ ഏതെങ്കിലും ഒരു കൺസോർഷ്യത്തിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഉള്ള സ്വീകാര്യത ഈ പറഞ്ഞ യൂറോപ്പിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലോ അല്ലെങ്കിൽ നേറ്റോയിലോ ഒക്കെ തന്നെ കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ പറഞ്ഞ ഒരു മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് മ്യാൻമാറാണ്, ഫിലിപ്പീൻസ് ആണ്, അർമേനിയാണ്. ഈ മൂന്ന് രാജ്യങ്ങളുടെ ഏകദേശം 60% നമ്മളുടെ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ടിന്റെ 60% ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. മ്യാൻമാറാണ് ഏറ്റവും കൂടുതൽ മുൻപ് നിൽക്കുന്ന 28%. നമ്മുടെ ടോട്ടൽ ഡിഫൻസ് എക്സ്പോർട്ടിന്റെ 28% മ്യാൻമാറിലേക്കാണ് പോകുന്നത്. ഫിലിപ്പീൻസ് 19%, അർമേനിയ 15%. അർമേനിയയുടെ കാര്യം പറയുകയാണെങ്കിൽ അർമേനിയയുടെ ആയുധത്തിന്റെ ഒരു 80%-ന് മുകളിൽ അർമേനിയ ഇന്ത്യയിൽ നിന്നാണ് മേടിക്കുന്നത്. നേരത്തെ റഷ്യയിൽ നിന്നായിരുന്നു, പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യക്ക് അർമേനിയക്ക് ആയുധം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഇന്ത്യയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഏകദേശം 80%-ന് മുകളിൽ അർമേനിയയുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ സേനയ്ക്ക് വേണ്ട സൈനികരമായിട്ടുള്ള ആ ഒരു റിക്വയർമെന്റ്സ് ഫില്ല് ചെയ്യുന്നത് ഇന്ത്യയാണ്. ഉദാഹരണത്തിന് പാകിസ്ഥാൻ ചൈന റിലേഷൻ പോലെ. കാരണം പാകിസ്ഥാൻ അവരുടെ ഡിഫൻസിന്റെ 80%-ന് മുകളിലുള്ള ആയുധങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അർമേനിയ ഇന്ത്യയിൽ നിന്നാണ് അവരുടെ ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളുടെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾ ഏകദേശം ഇന്ത്യയുടെ 60%-ഓളം ഡിഫൻസ് എക്സ്പോർട്ട് കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ അത് 2016 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യാൻമാർ 28%, ഫിലിപ്പീൻസ് 19%, അർമേനിയ 15%, ശ്രീലങ്ക നമ്മൾ 13%. പിന്നെ മൗറീഷ്യസ്, സീഷെൽസ്, വിയറ്റ്നാം, പിന്നെ മറ്റുള്ളവർക്കെല്ലാം 5%. ഇവിടെ നമ്മൾ നോക്കേണ്ടത് അമേരിക്കയും ഫ്രാൻസും ഒക്കെ തന്നെ ഉണ്ട് ഈ പറഞ്ഞ ലിസ്റ്റിൽ. വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന രാജ്യമാണ് അമേരിക്ക, USA, ഫ്രാൻസ്, പിന്നെ ഈ പറഞ്ഞ അർമേനിയ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, പിന്നെ മധ്യപൂർവ്വ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന പിന്നെ വെപ്പൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ശ്രീലങ്കയുടെ കാര്യം പറഞ്ഞു, 13% ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൗറീഷ്യസ് 8.3%, സീഷെൽ 6%. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യമായിട്ട് ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾ. പിന്നെ വിയറ്റ്നാം 5.5% ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങളുമായിട്ടുള്ള ഈ പറഞ്ഞ സൈനികരമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ ബ്രഹ്മോസ് മിസൈൽ മേടിക്കാൻ ഏകദേശം ധാരണയായിട്ടുണ്ട്. ഫിലിപ്പീൻസ് ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. വിയറ്റ്നാം പിന്നെ നമ്മളുടെ നല്ലൊരു ഡിഫൻസ് പർച്ചേസറാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മൊറോക്കോ, മാൽഡീവ്സ് ഇവരൊക്കെ തന്നെ മേടിക്കുന്നുണ്ട്. പക്ഷേ അത്ര വലിയ ഗണ്യമായിട്ടുള്ള അളവിലില്ല. അവരെല്ലാം ഏകദേശം 5%-ഓളം നമ്മൾ ഡിഫൻസ് എക്സ്പോർട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ കണക്കുകൾ ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഏതൊക്കെ പിന്നെ വെപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ കൂടുതൽ ഈ എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേവൽ പ്ലാറ്റ്ഫോംസ് ആണ് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഷിപ്പുകൾ പറഞ്ഞാൽ ഇപ്പം ഈ എയർക്രാഫ്റ്റ് കാരിയർ മാത്രമല്ല, എയർക്രാഫ്റ്റ് കാരിയർ അല്ലെങ്കിൽ അതുപോലുള്ള പലതരത്തിലുള്ള പല ക്ലാസ്സിലുള്ള ഷിപ്പുകളൊക്കെ ഉണ്ട്. ഏകദേശം 55%-ഓളം നമ്മുടെ ടോട്ടൽ ഡിഫൻസ് എക്സ്പോർട്ടിൻ്റെ 2016 മുതൽ 25 വരെയുള്ള 9 വർഷത്തെ കാലഘട്ടത്തിൽ ഈ നേവൽ പിന്നെ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തത്, 55%. അപ്പോൾ മറ്റ് മേഖലകളെയൊക്കെ അപേക്ഷിച്ച് 55%-ഓളം നേവൽ ഷിപ്സ് ആണ് നമ്മൾ, നേവൽ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ 55%. പിന്നെ ആർട്ടിലറി 13%, മിസൈൽസ് 12%, സെൻസേഴ്സ് 9%, എയർക്രാഫ്റ്റ് 6%, എയർ ഡിഫൻസ് സിസ്റ്റം 5%, പിന്നെ മറ്റുള്ള എല്ലാം 0.3%. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആയുധങ്ങൾ വിൽക്കുന്നതിൽ നമ്മളുടെ കണക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മേഖലയിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പം മിസൈൽ, നമ്മുടെ ടെക്നോളജി, മിസൈൽ എന്താണ് നമ്മൾ മാനുഫാക്ചറിംഗ് ടെക്നോളജി മേഖലയിലൊക്കെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നടത്തുന്ന ഒരു രാജ്യമാണ്.
നമുക്കൊരു അഗ്നി മുതൽ താപ്പോട്ട് അഗ്നി പൃഥ്വി ഇല്ലേ, അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള മിസൈൽ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ വളരെ എന്താണ് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ഏറ്റവും ഏഹ്, ഈ ടോപ്പ് ക്ലാസ്സിലേക്ക് നമ്മൾ ഏഹ്, ഇടം പിടിച്ച രാജ്യമാണ് മറ്റു രാജ്യങ്ങളെ ഒപ്പം തന്നെ. ഇപ്പം അഗ്നി ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വരെ ആയിട്ടുണ്ട്. വളരെ ലോകത്തിലെ ഏത് കോണിലും റീച്ച് ചെയ്യാൻ റേഞ്ചുള്ള മിസൈലാണ് അഗ്നി. അപ്പോൾ അതുവരെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു രാജ്യമാണ്. അപ്പം മിസൈൽ ടെക്നോളജിയിലും റോക്കറ്റ് ടെക്നോളജിയിലും അതുപോലെ തന്നെ നമ്മളുടെ ഷിപ്പ് ബിൽഡിങ്ങിലും ഒക്കെ തന്നെ നമ്മൾ സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് എയർക്രാഫ്റ്റ് കാരിയർ നമ്മൾ സ്വന്തമായി നിർമ്മിച്ചെടുത്തൊരു രാജ്യമാണ് തീർച്ചയായും. അപ്പം അത്രയും ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ച രാജ്യത്തിന് തീർച്ചയായിട്ടും ഇനിയും നമുക്കറിയാം, ഈ പറഞ്ഞ ടോപ്പ് 10 എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് നമുക്ക് ഇടം പിടിക്കാൻ സാധിക്കും. അതിനുള്ള പൊളിറ്റിക്കൽ വില്ലും ലീഡർഷിപ്പും ഒക്കെ മതി എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്താണ് പറയുന്നത്, നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ നമുക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പൊളിറ്റിക്കൽ വില്ലൊക്കെ നമുക്ക് വേണം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും, കാരണം അതാണല്ലോ ഏത് രാജ്യത്തിനും. ഇപ്പം ട്രംപ് നമുക്കറിയാം, ട്രംപ് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവരുടെ അമേരിക്കയുടെ ആയുധങ്ങൾ വിൽക്കാൻ വേണ്ടിയാണ് പുള്ളി ആദ്യം തുറന്നു കഴിഞ്ഞാൽ പുള്ളി ആദ്യം സംസാരിക്കുന്നത് ഞങ്ങൾ ഇത് തരാം അത് തരാം മറ്റേത് തരാമെന്നും പറഞ്ഞാണ്. അപ്പം ഒരു സെയിൽസ്മാനെ പോലെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇതുപോലുള്ള ഫോറിൻ രാജ്യങ്ങളിൽ പോകുമ്പോൾ, വിദേശ യാത്രകൾ നടത്തുമ്പോൾ, ആ രാജ്യത്ത് പോയ ആ ലീഡേഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ പ്രസ് കോൺഫറൻസിലോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലുമൊക്കെ ഈ ഒന്നെങ്കിൽ അവരുടെ നേതാക്കളെ അഡ്രസ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രസ് മീഡിയയെ അഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ബ്ലണ്ടായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ആയുധ നിർമ്മാണത്തിൽ വളരെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ഞങ്ങൾ തരാം എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള പൊളിറ്റിക്കൽ വില്ലും ലീഡർഷിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ, വളരെ അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ് സെയിൽസ് പിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ പറഞ്ഞ രാജ്യങ്ങളിലെയൊക്കെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന രാജ്യങ്ങളുടെ നേതാക്കളൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി ഇതൊക്കെ തന്നെയാണ്. കാരണം അവരോടൊപ്പം പോകുന്നത് ഈ പറഞ്ഞ മിലിറ്ററി ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്നുള്ള ടോപ്പ് സിഇഒസും ഒക്കെ തന്നെയാണ് അവരുടെ കൂടെ യാത്ര ചെയ്യുന്നതും. അപ്പം ഇതിനു വേണ്ടിയാണ് അവർ മറ്റു രാജ്യങ്ങളിൽ വിദേശയാത്ര നടത്തുന്നതും ഒക്കെ തന്നെ ഇതിനു വേണ്ടി തന്നെയാണ്. കച്ചവടത്തിന് വേണ്ടിയാണല്ലോ ആഫ്റ്റർ ഓൾ എല്ലാ രാജ്യങ്ങളുടെയും നേതാക്കൾ മറ്റു രാജ്യങ്ങളിൽ പോകുന്നത് കച്ചവടത്തിന് വേണ്ടിയാണ്. അപ്പം അതുപോലെ തന്നെ ഇന്ത്യക്കും ആ ഒരു പൊളിറ്റിക്കൽ വില്ല് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആ ഒരു നമ്മുടെ പൊളിറ്റിക്കൽ സംസ്കാരം നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിന് നമുക്ക് ഈ തദ്ദേശീയമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതിനുള്ള ഒരു സംവിധാനം ഇക്കോസിസ്റ്റം ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാകും. ഇൻഡസ്ട്രിയൽ ബേസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്ത് തരുവാണ്, പ്രോഗ്രസ് ചെയ്ത് തരുവാണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ബ്രസീലിൽ പോകുന്നു അല്ലെങ്കിൽ UAE പോകുന്നു അല്ലെങ്കിൽ സൗദിയിൽ പോകുന്നു, നമുക്ക് തീർച്ചയായിട്ടും വളരെ ഓപ്പണായിട്ട് അവരോട് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ കൈവശം ഇന്ന ഇന്ന ആയുധങ്ങളുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്, അത് ഞങ്ങൾ നിങ്ങൾക്ക് തരാം, വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ആയുധങ്ങളുണ്ടെന്ന് നമുക്ക് പറഞ്ഞ് അതിൻ്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് നമുക്ക് നടത്താവുന്നതാണ്. അപ്പം അങ്ങനെ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ മേഖലയിൽ നമുക്ക് പുരോഗതി ഉണ്ടാക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ആയുധ കയറ്റുമതിയായിട്ട് നമുക്ക് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. അത് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇത് നിർമ്മിക്കപ്പെടുന്നതെന്നാണ് നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ അവകാശപ്പെടുന്നത്. 1000 കോടിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1000 കോടിയിലായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇന്ന് വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ബ്രഹ്മോസ് മിസൈലുകൾ, റഡാറുകൾ, അതുപോലെ തന്നെ ആകാശ് മിസൈൽ, പിന്നെ പിനാക, ഈ പറഞ്ഞ കവചിത വാഹനങ്ങൾ, വെടിക്കോപ്പുകൾ, ഇതൊക്കെ തന്നെയാണ് ഇന്ത്യ പ്രധാനമായിട്ട് കയറ്റുമതി ചെയ്യുന്നത്. ഏകദേശം 80-ലേറെ 100 രാജ്യങ്ങൾക്കടുത്ത് നമ്മൾ ഈ പറഞ്ഞ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സാധനം മുതൽ താഴോട്ടുള്ള എല്ലാ ഡിഫൻസ് എന്താ പറയുന്നത് പ്രോഡക്ട്സും നമ്മൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ചൈനയിൽ നിന്നും വാങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിലേക്ക് അവരുടെ പറഞ്ഞ താല്പര്യം അവർ അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഒരു നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഈ ഒരു പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു രീതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഇടം ഈ പറഞ്ഞ
ലോകത്ത് അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ഈ പറഞ്ഞ ചൈന, ഇസ്രായേൽ, സൗത്ത് കൊറിയ, ടർക്കി, ഇപ്പം ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യത്തെ 10 ടോപ്പ് 10 ആംസ് എക്സ്പോർട്ടേഴ്സിന്റെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ അവർക്കൊപ്പം തന്നെ ഇടം പിടിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ.